ചട്ടിയിൽ കുറച്ച് കപ്പയും ചമ്മന്തിക്കായിട്ട് ഇന്ന് നമ്മൾ പോണത് അമേരിക്കയിലെ മലയാളികൾ എല്ലാവരും കൂടി ഒത്തുകൂടി ലൈവായിട്ട് ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പോട്ട്ലക്ക് പിക്നിക്കിലോട്ടാണ്. കേരള പൊറോട്ട ആൻഡ് ചിക്കൻ കുഞ്ഞപ്പോൾ പൊരിച്ചെടുത്തു. കണ്ടിട്ട് കൊതിയാവുന്ന എനിക്ക്. ഏത് അല്ല നിങ്ങൾക്ക് ബോറടിക്കുമ്പോ തീറ്റില്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടെ? ദോശ ഇറച്ചിയുണ്ടോ? ഉണ്ടല്ലോ. എന്നാ 2 ചായ മാത്രം മതി. നല്ല കടുപ്പത്തിലും മധുരം കൂട്ടി വീശി അടിച്ച ചായ ഇങ്ങനെ കൊണ്ടുവന്ന് നൂതി കുടിച്ചോണ്ടല്ല. ഇന്ന് നമ്മൾക്ക് അമ്മയും കൊണ്ട് ഒരു പിക്നിക്കിന് പോവാം. ഇവിടുത്തെ കേരള അസോസിയേഷൻ ഓഫ് ന്യൂ ജേഴ്സിയുടെ സമ്മർ പോട്ട്ലക്ക് പിക്നിക്കാണ്. അപ്പോൾ ബ്ലൂ ആണ് ഇത്തവണത്തെ തീം. കഴിഞ്ഞ പ്രാവശ്യം യെല്ലോ ആയിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്തേക്കാം. ഇപ്പോൾ പിന്നെ സമ്മർ ടൈമിൽ അമ്മ വന്നതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരുപാട് പരിപാടികൾക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മലയാളീസിനെയൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ശരിക്കും നാടിൻ്റെ ആ ഒരു ഫീല് തന്നെ ആയിരിക്കുമല്ലോ കിട്ടുക. പിക്നിക്ക് നടന്നത് ന്യൂജേഴ്സിയിലെ ഒരു പാർക്കിലാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നപ്പോഴത്തേക്കും പൈനാപ്പിൾ ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഇങ്ങനെ നമ്മളെ മാടി വിളിക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നാട്ടിലേക്ക് ഉത്സവപ്പറമ്പിൽ പോയ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പിക്നിക്കിനൊക്കെ വരുന്ന സമയത്ത് തോന്നാറുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ വരുന്നവരൊക്കെ ഓരോരോ ഡിഷസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വരുന്നതിനനുസരിച്ചിട്ട് അവരവിടെ എല്ലാം അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഓരോന്നായിട്ട് ഇനി കഴിച്ച് ടേസ്റ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ പിക്നിക്കിൻ്റെ ഈ ഒരു പോട്ട്ലക്ക് പിക്നിക്കിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറേ കഴിക്കാൻ പറ്റും. നമ്മൾക്ക് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ മതിയാവും. അത്രയും ഭക്ഷണങ്ങളായിരിക്കും കേട്ടോ ഉണ്ടാവുക. അത്രയും ആളുകൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഭക്ഷണം കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾക്ക് കഴിച്ച് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായി പോകും നമ്മൾ. പിന്നെ ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കഴിച്ച് അവസാനം ആകുമ്പോഴത്തേക്കും അങ്ങ് സ്ലോ ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു പോട്ട്ലക്ക് പിക്നിക് എന്ന് പറയുന്നത്. പക്ഷേ ഈ സംഭവം എന്തായാലും നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പിലിട്ടതൊക്കെ കഴിഞ്ഞു. പിന്നെ സൈഡിൽ സംഭാരവും ഡ്രിങ്ക്സൊക്കെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമൊക്കെ ഞങ്ങൾ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇത് ഇവിടെ ലൈവ് പാനിപ്പൂരി എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ എല്ലാം സെൽഫ് സർവീസാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ അതിൻ്റെ മസാല, അതുപോലെ സവാള, അതിനുള്ള വെള്ളം ഉണ്ടല്ലോ പാനി, ആ സംഭവം ഒക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ വിക്കിക്കും അമ്മയ്ക്കും ഈ പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹരിദ്വാർ, രാമേശ്വരം, അളകാപുരി, മിഥിലാപുരി, അമൃതാപുരി, പാനിപ്പൂരി, ബേൽപൂരി, മസാൽപൂരി. കൊള്ളാമല്ലോ ഇന്നത്തെ ഭക്ഷണം. എല്ലാം ഞാൻ ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. പിന്നെ ചിക്കൻ കട്ട്ലറ്റ്, അതുപോലെ അപ്പം, ചിക്കൻ തോരൻ, കപ്പ, മീൻ കറി, പിന്നെ ബീഫ് കറി, ചിക്കൻ കറി, കർഡ് റൈസ്, പരിപ്പുവട, പഴംപൊരി, അതുപോലെ വെട്ട് കേക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ലൈവ് ദോശ, അതുപോലെ ലൈവായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നത്, പിന്നെ ഓംലെറ്റൊക്കെ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ആ ഒരു തട്ടുകട ഫീലിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ കിട്ടും? നമ്മൾക്ക് ആ ഒരു വെയിറ്റ് ചെയ്ത് ക്യൂവിലൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക രസമാണ്. വിശന്നിട്ട് കുടൽ കരിയുന്ന മണം. കുടലിന്റെ അല്ല, നല്ല ദോശയുടെ മണമാ. വിശന്നിരിക്കുമ്പോൾ ഒരുമാതിരി വൃത്തിയോട് പറയരുത്. ദോശ എന്ന് പറഞ്ഞ വൃത്തിയോടാ. ശരിക്കും ദോശയുടെ മണം ഇത്. ചൂട് ദോശ ആക്രാന്തം കാണിക്കാതെ അതെ, പെട്ടെന്ന് കഴിച്ചോ, മാറ്റം കാണണ്ട. ഒരു 4 ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഓംലെറ്റ് എന്ന് വെച്ചാൽ ഈ മുട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ആംബ്ലേറ്റ് പറയണ്ടേ? എല്ലാരും ഇരിക്കെ വയറ് നിറച്ച് മേടിച്ച് കഴിക്കുക. സുമതി, സുലൈമാനെ എന്താ കഴിക്കാനുള്ളത്? അപ്പവും മുട്ട. എന്നാ ആവശ്യത്തിന് അപ്പവും മുട്ടയും പോരടാ. ചെറിയ ഉള്ളി അല്ല, കുനു എന്തോന്ന് കുനു പച്ചമുളക് കിരി എങ്ങനെ കിരി. അപ്പൊ എന്നിട്ട് നമ്മൾ 2 മുട്ട എടുത്ത് ആദ്യമേ ഒരെണ്ണം ഇങ്ങനെ പൊട്ടിച്ചു. കണ്ടോ നമ്മുടെ തേങ്ങ, പീര, ഇതിനെല്ലാം ശാസ്ത്രീയ നാമങ്ങളുണ്ട് ഇല്ലേ? എന്ത് ചെയ്യാ? നന്നായിട്ട് ഞെവിടി അല്ലേ? ഞെവിടിയ പദാർത്ഥം നമ്മൾ മുട്ടയിലേക്ക് സമർപ്പിക്കുക. എല്ലാവരും വയറ് നിറച്ച് കഴിച്ചല്ലോ, സന്തോഷമായല്ലോ. ഒരു പൊറോട്ട അരക്കറിയും കൂടി.
ഗുണ്ട ഒന്നിന് 3 പൊറോട്ടയും 1 കറിയും ആ പഞ്ചായത്ത് വകയിരുത്തിയത്. ഇപ്പൊ 8 പൊറോട്ടയും 3 കറിയായി. ഇനിയും വേണ്ടി വരുമോ? ഫുഡ് മോശമായ ഇടിയുടെ വെയിറ്റ് കുറയും, അതാ പ്രശ്നം. ചൂട് പൊറോട്ടയും ബീഫ് ഫ്രൈ നെയ്ട്ട് വേണോ? നെയ്ട്ട് വേണ്ട, എന്നാ ബീഫ് റോസ്റ്റ്. ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ്. അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു കുഞ്ഞു കൂൾ ബാർ, അതിനകത്ത് ഐസ് പോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ജാനുട്ടി 1 എന്ന് മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ പറഞ്ഞപ്പം പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞുങ്ങളുടെ മിഠായി വറുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അഡൾട്ട്സിൻ്റെ ഗെയിം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇൻഡിപെൻഡൻസ് ഡേക്കായിരുന്നു നമ്മുടെ ഈ ഒരു പോട്ട്ലക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലാഗൊക്കെ വെച്ച് ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ മെയിൻ ചായ, ഈ ചായക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഏറ്റവും വലിയ ക്യൂ ഇതിനായിരുന്നെന്ന് തോന്നുന്നു. ചായ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വികാരാണ് അല്ലേ? എനിക്ക് പാല് കുറച്ച്, എനിക്ക് തേയില കൂട്ടി, ഒരു വിത്തോട്ട്, വെള്ളം കുറച്ച് പാല് കൂട്ടി മീഡിയം മധുരത്തിൽ നല്ല സ്ട്രോങ്ങിൽ ഗ്ലാസ്സിൽ അടിക്കാതൊരു ചായ. എനിക്ക് പാല് കൂട്ടി പഞ്ചസാര കുറച്ച്. ചായയാണോ കാപ്പിയാണോ മക്കൾക്ക് ഇഷ്ടം? അയ്യോ, ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും വേണ്ട. എന്നൊന്നും പറഞ്ഞാ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് കുടിച്ചേ പറ്റൂ. ചായയോ കാപ്പിയോ? എന്നാ പിന്നൊരു ചായ ആയിക്കോട്ടെ. എന്തായത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്കും. പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. അങ്ങനെ നമ്മൾ കഴിക്കുക, പിന്നെ കുറച്ച് ചായ കുടിക്കുക, പിന്നെ ജ്യൂസ് കുടിക്കുക, അങ്ങനെ വീണ്ടും ബോറടിക്കുമ്പോൾ കഴിക്കുക. അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ പിക്നിക്കിൽ ഫുൾ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ ഒരു ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്കായിരുന്നു ഈ ഒരു പിക്നിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഫേസ് പെയിൻറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വേറെയും കുറേ മലയാളി ഫാമിലീസിനെയൊക്കെ പുതുതായിട്ട് പരിചയപ്പെട്ടു. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് നമ്മൾക്ക് ഇങ്ങനെ വരുന്ന സമയത്ത്. അപ്പോഴല്ലേ ഒരുപാട് പേരെ കാണാൻ പറ്റുള്ളൂ, മലയാളീസിനെ കേട്ടോ. അപ്പം അങ്ങനെ കാണുമ്പോൾ പരിചയപ്പെടാനും ഒക്കെ കിട്ടുന്ന ആ ഒരു അവസരമാണ് ഈ ഒരു പോട്ട്ലക്കിൽ ഉണ്ടാവുക. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഫണ്ണായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ കേരള അസോസിയേഷൻ ഓഫ് ന്യൂ ജേഴ്സിയുടെ ഒരു കുഞ്ഞ് സമ്മർ പോട്ട്ലക്ക് പിക്നിക്കാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ വീഡിയോ ഇവിടെ വരെ ക്ഷമയോടെ കണ്ടതിൽ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.